Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. Today we will be starting with the chapter Biodiversity and Conservation. നമ്മൾ ഇക്കോളജിയിൽ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് തീർത്തു. ഏതൊക്കെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും ഇക്കോസിസ്റ്റവും. ഇനി അതിന്റെ കണ്ടിന്യൂഷനിൽ ഇക്കോളജിയുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിൽ ആദ്യം നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്താണ്, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും MCQ എങ്ങനെ ചോദിക്കാമെന്നും പഠിക്കും. അത് കഴിഞ്ഞ് ഹൗ ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി, അതിന്റെ കൺസർവേഷന്റെ നീഡ് എന്താണ്, ആൻഡ് നമ്മൾ എന്തിനു കൺസേർവ് ചെയ്യണം ആൻഡ് എങ്ങനെയൊക്കെ കൺസേർവ് ചെയ്യാനും കൂടി പഠിക്കും. ഫസ്റ്റ് പോയിന്റ്, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, നമ്മുടെ എർത്തിൽ എത്രത്തോളം റിച്ച് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസും ബാക്കിയുള്ള സാധനങ്ങളും ഉണ്ടെന്ന് ആദ്യം പറയാണ്. ആൻഡ് the common man would find it hard to believe that there are more than 20,000 species of ants, 3 lakh species of beetles, 28,000 species of fishes and nearly 20,000 species of orchids. അപ്പോൾ ഈ നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം എങ്ങാനും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ദ റൈറ്റ് ഓർ റോങ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ഈ ആൻസിന്റെയും ബീറ്റിൽസിന്റെയും ഫിഷസിന്റെയും ഓർക്കിഡ്സിന്റെയും നമ്പർ തന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി ടേം സ്പ്ലിറ്റ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബയോ ആൻഡ് ഡൈവേഴ്സിറ്റി. അതായത് ഓൾ കൈൻഡ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ബയോ എന്ന് വെച്ചാൽ എന്താ? ബയോ എന്ന് വെച്ചാൽ ലിവിങ്. ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. എന്ത് സാധനങ്ങളുണ്ട്? ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അപ്പോ ബയോഡൈവേഴ്സിറ്റിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഓൾ കൈൻഡ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇതാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റിന്റെ ഡെഫിനിഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താ? ദ ടേം ബയോഡൈവേഴ്സിറ്റി ആരാണ് കൊണ്ടുവന്നത്? അപ്പൊ നെക്സ്റ്റ് പോയിന്റ്, ടേം ബയോഡൈവേഴ്സിറ്റി കോയിൻ ചെയ്തത് ആരാണ്? നമുക്ക് അറിഞ്ഞിരിക്കണം. ബൈ എഡ്വേർഡ് വിൽസൺ. ഇനി ഈ എഡ്വേർഡ് വിൽസൺ ഹു കോയിൻ ദ ടേം ബയോഡൈവേഴ്സിറ്റി ആരായിരുന്നു കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അയാൾ ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആയിരുന്നു. അയാൾ ആരായിരുന്നു? ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആയിരുന്നു. ഇനി ബയോഡൈവേഴ്സിന്റെ ഡെഫിനിഷൻ കഴിഞ്ഞു. എന്താണ് അത് മെയിൻ ചെയ്യുന്നതെന്ന് പഠിച്ചു. ടേം സ്റ്റാൻഡ്സ് ഫോർ വാട്ട് എന്ന് പഠിച്ചു. ആൻഡ് ടേം കോയിൻ ചെയ്ത ആരാണ്? അയാള് ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണെന്നും പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് 3 മെയിൻ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്തൊക്കെയാണെന്നുണ്ട്. 3 മെയിൻ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതില് ഫസ്റ്റ് ലെവൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ലെവൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താ? ആദ്യം ഞാൻ 3 ലെവൽസ് ഏതൊക്കെയാന്ന് പറയാം, എന്നിട്ട് 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, അതായത് സ്പീഷീസ് ലെവലിൽ എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് തിങ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ സ്പെസിഫിക് ഡൈവേഴ്സിറ്റി. സ്പെസിഫിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താ? ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പീഷീസ് എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പഠിക്കും. അപ്പൊ ഫസ്റ്റ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, അടുത്തത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ആൻഡ് തേർഡ് ഇക്കോളജിക്കൽ ലെവൽ. ഇക്കോളജിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റത്തിന്റെ ലെവലിൽ എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇക്കോസിസ്റ്റം ലെവൽ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്തായിരുന്നു? ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പീഷീസ്. ജനറ്റിക് ഡൈവേഴ്സിറ്റി at the level of at the genetic level, അതായത് ജീനസിന്റെ ലെവലില് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് അലീൽസിന്റെ ലെവലില് ഡൈവേഴ്സിറ്റി. അപ്പോ 3 മെയിൻ ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റി പഠിച്ചു. ഇനി അതിന്റെ മീനിങ് അല്ലെങ്കിൽ അത് ഏത് ലെവലാന്ന് നമ്മൾ കണ്ടു. ഇനി NCERT കടക്കുകയാണെങ്കിൽ
ഫസ്റ്റ് പോയിന്റ്, എല്ലാ ലെവൽസിലും നമുക്ക് ബയോളജിക്കൽ ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ലെവൽസ് കാണാൻ പറ്റും. അതായത് മാക്രോ മോളിക്യൂൾസ് തൊട്ട് ബയോംസ് വരെയുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എടുത്തു നോക്കിയാൽ സ്പീഷീസ് ലെവലിൽ മാത്രമല്ല ഇമ്മെൻസ് ഡൈവേഴ്സിറ്റി നമുക്ക് എല്ലാ ലെവലിലും കാണാൻ പറ്റും. അതായത് ഓരോ ലെവലിലും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ടേം ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടേം പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ബൈ സോഷ്യോ ബയോളജിസ്റ്റ് എഡ്വേർഡ് വിൽസൺ. ആൻഡ് അതെന്താണ് കാണിക്കുന്നത്? ദ കമ്പൈൻഡ് ഡൈവേഴ്സിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ഇനി അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്താ? ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പീഷീസ് നമ്മൾ എടുത്തു ആൻഡ് ആ സ്പീഷീസ് ഭയങ്കര കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കും. ഏത് ലെവല്? ജനറ്റിക് ലെവലില്. അതായത് അതിന്റെ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച് എടുത്ത് നോക്കിയാൽ, അതായത് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയ ഏരിയ എടുത്ത് നോക്കിയാൽ ഒരു സിംഗിൾ സ്പീഷീസിന് നമുക്ക് ജനറ്റിക് ലെവൽ, അതായത് വേറെ വേറെ ജീനസ് ആവുന്നതിനനുസരിച്ച് അതിന് എത്രമാത്രം ചേഞ്ചസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിന്റെ എക്സാമ്പിൾ എന്ന് ഇവർ പറയുന്നത് റെവോൾഫിയ വൊമിറ്റോറിയ. ഇവിടെ ഹിമാലയൻ റേഞ്ചസിൽ കാണാൻ പറ്റുന്ന റെവോൾഫിയ വൊമിറ്റോറിയ എങ്ങനെയാണ്? ഇറ്റ് ഷോസ് വെരി ഹൈ ഡൈവേഴ്സിറ്റി. ഏതിന്റെ ടേംസിൽ? ഇൻ ടേംസ് ഓഫ് പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദി ആക്റ്റീവ് കെമിക്കൽ. ഈ ആക്റ്റീവ് കെമിക്കലിന്റെ പേര് അറിഞ്ഞിരിക്കണം. എന്താണ്? റിസർപ്പിൻ. അതായത് ഈ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കെമിക്കലാണ് റിസർപ്പിൻ. ആ റിസർപ്പിൻ കെമിക്കലിന്റെ കോൺസെൻട്രേഷനും പൊട്ടൻസിയിലും ഈ രണ്ട് കാര്യത്തിലും അവര് എന്ത് കാണിക്കുന്നു? വെരി ഹൈ ജനറ്റിക് വേരിയേഷൻ. ഈ ജനറ്റിക് വേരിയേഷൻ കാണിക്കുന്നതിന് കാരണക്കാരാവുന്ന ആ ഒരു ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റിനെ പറയുന്നതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, MCQ ചോദിക്കാണ്. റെവോൾഫിയ വൊമിറ്റോറിയ അത് ഏത് ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റിനെയാണ് കാണിക്കുന്നത്? അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഇക്കോളജിക്കൽ ഉണ്ടാവും, സ്പീഷീസ് ഉണ്ടാവും, ജനറ്റിക് ഉണ്ടാവും. നമ്മൾ ഏത് ചൂസ് ചെയ്യണം? ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യ ഹാസ് മോർ ദാൻ 50,000 ജനറ്റിക്കലി ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ആൻഡ് എത്ര 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ ഉണ്ട്. ഈ രണ്ടെണ്ണം എന്ത് കാണിക്കുന്നതാണ്? ജനറ്റിക് ലെവലിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അത് അഗൈൻ ജനറ്റിക് ഡൈവേഴ്സിറ്റിന്റെ താഴെ എക്സാമ്പിൾ ആയിട്ട് വന്നു. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റിന്റെ കൂടെ നമ്മൾ 3 എക്സാമ്പിൾ പഠിച്ചു. റെവോൾഫിയ വൊമിറ്റോറിയ ആൻഡ് ഇന്ത്യയിലത്തെ റൈസിന്റെ ഡിഫറെന്റ് സ്ട്രെയിൻസ് ആൻഡ് ഫൈനലി മാംഗോന്റെ വെറൈറ്റീസ്. ഈ വെറൈറ്റി എന്ന് പറഞ്ഞ ടേം, സ്ട്രെയിൻ എന്ന് പറഞ്ഞ ടേം, ഇത്രയും ആൻഡ് ഈ പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ടേം, ഫൈൻ ആൻഡ് റിസർപ്പിൻ, ഈ ടേംസ് ഒക്കെ എന്താണ്? കീവേഡ്സ് ആണ്. അതെന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താ? പേര് പറയുന്ന പോലെ തന്നെ അറ്റ് ദി സ്പീഷീസ് ലെവൽ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് NCERT കൊടുത്തിരിക്കുന്നത് എന്താ? വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും എടുത്തു നോക്കിയാൽ ആർക്കാണ് കൂടുതൽ ആംഫിബിയൻ സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റുക? അത് ആദ്യം അറിഞ്ഞിരിക്കണം. ആർക്കാണ് കൂടുതൽ? വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഗ്രേറ്റർ ആംഫിബിയൻ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കാണാൻ പറ്റുക. ആൻഡ് ഈ എക്സാമ്പിൾ കാണിക്കുന്നത് ഏത് ലെവലിലെ ഡൈവേഴ്സിറ്റിയുടെ? സ്പീഷീസ് ഡൈവേഴ്സിറ്റിന്റെ ആണ്. ഇനി തേർഡ് തിങ് എന്താണ്? ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇത് ഏത് ലെവലാണ് കാണുന്നത്? അറ്റ് ദി ഇക്കോസിസ്റ്റം ലെവൽ. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നമ്മൾ എടുത്തു ഡെസേർട്ട്. നമുക്കറിയാം എക്കോസിസ്റ്റം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. നാച്ചുറൽ ആവാം, മാൻമെയ്ഡ് ആവാം. ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കണ്ടാണ്. അപ്പൊ നമുക്ക് എന്തറിയാം? ഈ ഡെസേർട്ട് ആവുന്നതും റെയിൻ ഫോറസ്റ്റ് ആവുന്നതും കോറൽ റീഫ്, വെറ്റ്ലാൻഡ്, എസ്റ്റുവറീസ്, ആൽപൈൻ മെഡോസ്, ഇതൊക്കെ ഓരോ തരത്തിലുള്ള എക്കോസിസ്റ്റംസ് ആണ്. അപ്പോ ഇന്ത്യയില് ഈ ഡെസേർട്ടും റെയിൻ ഫോറസ്റ്റും മാംഗ്രൂവും ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കുള്ള ഡൈവേഴ്സിറ്റി എത്രയോ കൂടുതലാണ് നമ്മൾ ഏത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദാൻ എ സ്കാൻഡിനേവിയൻ കൺട്രി ലൈക്ക് നോർവേ. അപ്പോ ഇത് കാണിക്കുന്ന എന്താ? ഇന്ത്യക്ക് കൂടുതൽ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഡെസേർട്ടും റെയിൻ ഫോറസ്റ്റും മാംഗ്രൂവ്സും ഒക്കെ ഡീറ്റെയിൽ സ്റ്റഡി നോക്കിയപ്പോൾ അതിനനുസരിച്ചുള്ള ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇക്കോളജിക്കൽ ഡൈവേഴ്സിന്റെ എക്സാമ്പിൾ നമുക്ക് കിട്ടി. എന്താണ്? സ്കാൻഡിനേവിയൻ കൺട്രി ആയിട്ടുള്ള നോർവേയോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ എത്രയോ കൂടുതലാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റിയിലെ 3 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇനി ഒരു ഇക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ നോക്കുകയാണെങ്കിൽ
നമുക്കറിയാം ഇവല്യൂഷൻ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പോ ഇന്ത്യയിൽ നമുക്ക് ഇത്രയധികം ബയോഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? ഈ റിച്ച് ഡൈവേഴ്സിറ്റി എത്രയോ കാലങ്ങൾ കൊണ്ട് എവല്യൂഷൻ കാരണം ഉണ്ടായി വന്നതാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷന്റെ കാരണമായിട്ട് റിസൾട്ട് ആയിട്ട് ഉണ്ടായി വന്നതാണ് ഈ റിച്ച് ഡൈവേഴ്സിറ്റി. ആൻഡ് നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ ഒരു പ്രസന്റ് റേറ്റ് ഓഫ് സ്പീഷീസ് ലോസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീസെർച്ച് വഴി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു റേറ്റ് പല കാരണങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ഈ സ്പീഷീസ് ലോസിന്റെ റേറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ആക്യുമുലേറ്റ് ചെയ്ത റിച്ച് ഡൈവേഴ്സിറ്റി നമുക്ക് ലെസ് ദാൻ 2 സെഞ്ചുറീസിന് ഉള്ളിൽ നമുക്ക് എല്ലാം ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് എന്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക? ബയോഡൈവേഴ്സിറ്റിയും അതിന്റെ കൺസർവേഷനും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് എത്രത്തോളം കൺസേൺ നീഡ് ഉള്ള സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇനി അതുകൊണ്ട് പറയുന്നു ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആർ നൗ വൈറ്റൽ എൻവയൺമെന്റൽ ഇഷ്യൂസ് ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. കാരണം എന്താ? കാരണം ലെസ് ദാൻ 2 സെഞ്ചുറീസിൽ നമുക്ക് കറന്റ് റേറ്റ് ഓഫ് സ്പീഷീസ് ലോസ് കണ്ടിന്യൂ ചെയ്താൽ എല്ലാ ഡൈവേഴ്സിറ്റിയും റിച്ച്നെസ്സും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി കുറച്ച് ഫാക്ട്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതില് ആദ്യം അറിയേണ്ട കാര്യം, അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, ഇത് ഏതിന്റെ അബ്രിവേഷൻ ആണ്? 2004 വന്ന IUCN. അപ്പൊ അതിൽ ഫസ്റ്റ് MCQ എന്ന് പറയുന്നത് IUCN എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണ്, ഏത് കൊല്ലം ആണ് അത് വന്നത്, ആ ബ്രാക്കറ്റിൽ കൊല്ലത്തിന്റെ കൊല്ലം കൂടി പഠിച്ചു വെച്ചിരിക്കുക. ആൻഡ് അത് അനുസരിച്ച്, അതായത് ഈ IUCN 2004 പ്രകാരം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസ് എടുത്ത് നോക്കിയാൽ എത്ര കിട്ടി? സ്ലൈറ്റ്ലി മോർ ദൻ 1.5 മില്യൺ. അപ്പൊ എത്രയാ? നമ്മളുടെ കണക്ക് പ്രകാരം നമുക്ക് സ്ലൈറ്റ്ലി മോർ ദൻ 1.5 മില്യൺ. ഈ ചാപ്റ്ററിലെ ഈ മില്യന്റെ എണ്ണങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം NCERT ബേസിസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് കൂടുതലും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോ സ്ലൈറ്റ്ലി മോർ ദൻ 1.5 മില്യൺ. എന്താണ് ഈ 1.5 മില്യൺ? ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം എല്ലാ ഓർഗാനിസംസും അല്ലെങ്കിൽ സ്പീഷീസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ഡിസ്കവർ ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോ കറന്റ് ഡിസ്ക്രൈബ് ചെയ്തൊരു എക്സ്റ്റെന്റ് വെച്ച് സ്ലൈറ്റ്ലി മോർ ദൻ 1.5 മില്യൺ ഉണ്ടാവും. ഇനി പല ടാക്സോണോമിക് ഗ്രൂപ്പ്സിലും സ്പീഷീസ് ഇൻവെന്ററീസ്, അതായത് കണ്ടുപിടിച്ച സ്പീഷീസ് ആർ മോർ കംപ്ലീറ്റ് ഇൻ ടെമ്പറേറ്റ് ദാൻ ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ്. എവിടെയാണ് കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്? ഇൻ ടെമ്പറേറ്റ് ദാൻ ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ്. കാരണം എന്താ? അതിന്റെ റീസൺസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കൺസിഡറിംഗ് ദാറ്റ് an overwhelmingly large proportion of the species waiting to be discovered are in the tropics. അപ്പോ ബയോളജിസ്റ്റ് ഒരു കണക്കെടുത്തു, ഏതിന്റെ? ടെമ്പറേറ്റിൽ കാണുന്ന സ്പീഷീസിന്റെയും ട്രോപ്പിക്കൽ കാണുന്ന സ്പീഷീസിന്റെയും റിച്ച്നെസ് എടുത്തു നോക്കിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യും. എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിന് ഏതാണ്ട് കണക്കൂട്ടിയിട്ട് നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ബാക്കിയുള്ള ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് അതർ ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എത്രത്തോളം ഉണ്ട് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക്. ആൻഡ് ചില എസ്റ്റിമേറ്റ്സ് എന്ത് പറയുന്നു? ranges from 20 to 50 million. ബട്ട് കുറച്ചും കൂടി കൺസർവേറ്റീവും സയന്റിഫിക്കലി സൗണ്ടും ആയിട്ടുള്ള എസ്റ്റിമേറ്റ് അത് കൊണ്ടുവന്ന ആൾ റോബർട്ട് മേ. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. റോബർട്ട് മേ ആണ് കുറച്ചും കൂടി കൺസർവേറ്റീവും സയന്റിഫിക്കലി സൗണ്ടും ആയിട്ടുള്ള കണക്ക് കൊണ്ടുവന്നത്. ആൻഡ് ആ കണക്ക് വെച്ച് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എത്രത്തോളാണ്? അറ്റ് അബൌട്ട് 7 മില്യൺ. അപ്പോ നമ്മൾ ഇപ്പൊ തന്നെ 2 സയന്റിസ്റ്റിന്റെ പേര് ഓൾറെഡി പഠിച്ചു. ഫസ്റ്റ് സോഷ്യോ ബയോളജിസ്റ്റ് ആയ എഡ്വേർഡ് വിൽസൺ ആൻഡ് സെക്കൻഡ് ഇപ്പൊ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ എണ്ണം പറഞ്ഞു തന്ന റോബർട്ട് മേ. അതിൽ എന്ത് കൊണ്ടുവന്നു? മോർ കൺസർവേറ്റീവ് ആൻഡ് സയന്റിഫിക്കലി സൗണ്ട് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കൊണ്ടുവന്നു. ഇനി ഈ പേജിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ ഡൈവേഴ്സിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. ആൻഡ് നമ്മൾ ആ പ്രൊപ്പോർഷനേറ്റ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് അതിൽ കണ്ടുപിടിച്ചപ്പോൾ ഓരോന്നിനും എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ട് നമുക്ക് മനസ്സിലായി. ആദ്യം 3 പൈ ചാർട്ട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഒന്ന് ഇൻവെർട്ടിബ്രേറ്റ്സ്, ഒന്ന് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് മൂന്നാമത്തത് പ്ലാന്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ് ആൻഡ് മൂന്നാമത്തെ പ്ലാന്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ നമുക്ക് ഓരോന്നിനും എത്രത്തോളം പ്രൊപ്പോർഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ? ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ആരാണ്? ഈ പൈ ചാർട്ടിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇൻസെക്ട്സ് ആണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആനിമൽ ഗ്രൂപ്പ്സ് ആണ് കുറച്ചും കൂടി കൂടുതൽ. അത് കഴിഞ്ഞ് മൊളസ്ക് കണ്ടു ആൻഡ് ഫൈനലി ദ ലീസ്റ്റ് ക്രസ്റ്റേഷ്യൻസ്. അപ്പൊ ഇൻവെർട്ടിബ്രേറ്റ്സില് ഇതർ പൈ ചാർട്ട് വെച്ച് ഇവിടെ ABCD എന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഇത് ഏത് കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഇട്ട് ചോദിക്കാം ഏതിനാണ് കൂടുതൽ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് കണ്ടുപിടിച്ചു എന്നുള്ളത്. ഇനി സെക്കൻഡ് വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഫസ്റ്റ് നിൽക്കുന്നത് ഫിഷസ് ആണ്. അത് കഴിഞ്ഞ് ബേർഡ്സ്, സെക്കൻഡ് ബേർഡ്സ്. അത് കഴിഞ്ഞ് കണ്ടത് റെപ്റ്റൈൽസ്, മാമൽസ് ആൻഡ് ഫൈനലി ആംഫിബിയൻസ്. അപ്പൊ ഇതും എങ്ങനെ നമുക്ക് ഓർഡറിൽ, നമ്പറിന്റെ ഓർഡറിൽ അനുസരിച്ച് ആക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി പ്ലാന്റ്സിൽ വരുമ്പോ എങ്ങനെയാണ്? ഫംഗയും ആൻജിയോസ്പേംസും ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് ഏത് കണ്ടു? ആൽഗെ കണ്ടു. ആൻഡ് ആൽഗെ കഴിഞ്ഞ് കുറച്ചും കൂടി ഏതാണ്? മോസസ്, ഫേൺസ് ആൻഡ് ആലീസ്. ബാക്കി കുറച്ചുണ്ട്. ആൻഡ് ഏറ്റവും കുറവ് ഏതാണ്? ലൈക്കൻസ്. ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കൂടുതൽ ഏതാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി ചില ഫാക്ട്സ് അഗെയിൻ, അതായത് നമ്പർ അല്ലെങ്കിൽ പെർസെന്റേജ് നമ്മൾ അഗെയിൻ കാണാൻ പോവാണ്. അതില് മോർ ദൻ 70%, അതായത് എല്ലാ സ്പീഷീസും റെക്കോർഡ് ചെയ്ത് അതില് ആനിമൽസിന്റെ എത്രയുണ്ട് നോക്കിയപ്പോ നമുക്ക് എത്ര കിട്ടി? മോർ ദൻ 70% ഓഫ് ഓൾ സ്പീഷീസ് എന്തായിട്ട് കണ്ടു? ആനിമൽസ് ആയിട്ട് കണ്ടു. ഇനി ബാക്കി പ്ലാന്റ്സ് എത്രയാണ്? പ്ലാന്റ്സ് not more than 22% of the total. 70% ആനിമൽസും പ്ലാന്റ്സ് not more than 22%. ഇനി പ്ലാന്റ്സിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആയി? ആൽഗെ, ഫംഗൈ, ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പെർംസ് ആൻഡ് ആൻജിയോസ്പെർംസ്. ഈ ഫംഗൈ കൺഫ്യൂസ്ഡ് ആവരുത്, അത് പ്ലാന്റ്സിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ പ്ലാന്റ്സ് എത്രയാണ്, ആനിമൽസ് എത്ര ശതമാനമാണ് നമുക്ക് നോക്കാം, അത് പഠിക്കണം. ഇനി ഈ ആനിമൽസിൽ, അതായത് കുറച്ചും കൂടി ഈസിലി എഴുതാണെങ്കിൽ ടോട്ടൽ സ്പീഷീസ് ഡിസ്കവേർഡ്, അതില് 70% ആരായിട്ട് കിട്ടി? ആനിമൽസ് ആയിട്ട് കിട്ടി. ആൻഡ് 22% പ്ലാന്റ്സ് ആയിട്ട് കിട്ടി. ഈ പ്ലാന്റ്സിൽ എന്തൊക്കെ വന്നു? ആൽഗെ, ബ്രയോഫൈറ്റ്, ഫംഗൈ, ജിംനോസ്പേം, ആൻജിയോസ്പേം, ഇത്രയും കാര്യങ്ങൾ. ഇനി ഈ ആനിമൽസിൽ തന്നെ എത്രത്തോളം ഡിഫറെന്റ് സാധനങ്ങളുണ്ട്. ആനിമൽസിൽ നമ്മൾ നോക്കിയപ്പോ അറൌണ്ട് 70% ആരാന്ന് നമുക്ക് മനസ്സിലായി? ഇൻസെക്ട്സ് ആണെന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ള കുറച്ചും കൂടി കണക്ക് നോക്കിയപ്പോ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. ടോട്ടൽ ഫംഗൈ ഇസ് ഗ്രേറ്റർ ദാൻ total number of fishes, reptiles and mammals. Fishes, reptiles and mammals. ഇവര് മൂന്നാളെക്കാട്ടിയും കൂടുതലാണ് ടോട്ടൽ ഫംഗൈയുടെ എണ്ണം അല്ലെങ്കിൽ പെർസെന്റേജ്. ഇനി 70% ആനിമൽസ്, നോട്ട് മോർ ദാൻ 22 ആര്? പ്ലാന്റ്സ്. ആൻഡ് ആനിമൽസിലെ ഏറ്റവും സ്പീഷീസ് റിച്ച് ആയിട്ടുള്ളത് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ് എത്ര പെർസെന്റേജ് ഉണ്ടാക്കുന്നു? 70% ഓഫ് ദി ടോട്ടൽ ഡിസ്കവേർഡ് സ്പീഷീസ് ഓഫ് ആനിമൽസ്. ഇനി അതായത് ഔട്ട് ഓഫ് എവറി 10 ആനിമൽസ് എടുത്തൊക്കെയാവല് അതിൽ 7ഉം ഇൻസെക്ട്സ് ആയിരിക്കും. ഇനി NCERT ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഹൗ ഡു വി എക്സ്പ്ലെയിൻ ദിസ് എനോർമസ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻസെക്ട്സ്? അതായത് ഇത്രയും കൂടുതൽ ഇൻസെക്ട് സ്പീഷീസ് കാണാനുള്ള ചാൻസ് എന്താണ്? അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്തായിട്ട് പറയാൻ പറ്റും? നമുക്കറിയാം ആർത്രോപോഡ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അതായത് ഇൻസെക്ട് ഗ്രൂപ്പ് കൊണ്ടുവന്നപ്പോ അവർക്ക് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അതിൻ്റെതായ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബാക്കി കുറെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ഇൻസെക്ട് ഗ്രൂപ്പ്. അപ്പൊ അത്രയും എന്ത് വന്നു? അവർക്ക് അത്രയും അഡാപ്റ്റേഷൻസ് വന്നപ്പോൾ
അവർക്ക് കൂടുതൽ റിച്ച് ആവാനുള്ള ചാൻസസും കൂടി. അങ്ങനെ അവരെന്തായി more than 70% of total discovered animal species ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് പോയിന്റ്, the total number of fungi species എത്രയാണ്? more than the combined total of the species of fishes, amphibians, reptiles and mammals. ഈ സെന്റൻസസ് ഒക്കെ അറിഞ്ഞിരിക്കാം. ഇനി ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഈ ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, അതും അറിഞ്ഞിരിക്കുക. ഇനി ഒരു എസ്റ്റിമേറ്റ് എടുത്തപ്പോഴും നമുക്ക് എന്ത് മനസ്സിലായി? പ്രോകറിയോട്സിനെ കുറിച്ച്, അതായത് പ്രോകറിയോട്ടിൽ എത്ര സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയോ ഒരു റിസർച്ചിന്റെ റിസൾട്ടോ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് എത്ര പ്രോകറിയോട്ടിക് സ്പീഷീസ് ഉണ്ടാവുമെന്ന് അറിയാനും പറ്റുന്നില്ല. അപ്പോ ഇതെന്താണ്? ദ പ്രോബ്ലം ഇസ് ദാറ്റ് കൺവെൻഷണൽ ടാക്സോണോമിക് മെത്തേഡ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ദേ ആർ നോട്ട് സൂട്ടബിൾ ടു ഐഡന്റിഫൈ മൈക്രോബിയൽ സ്പീഷീസ് ആൻഡ് കുറെ കേസസിൽ മോസ്റ്റ് ഓഫ് ദി സ്പീഷീസ് അവർക്ക് ലബോറട്ടറി കണ്ടീഷൻസിൽ കൾച്ചറബിൾ ആയിട്ടും പറ്റില്ല, അതായത് കൾച്ചർ ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് ചില ബയോ കെമിക്കലും മോളിക്കുലർ ക്രൈറ്റീരിയയും ഉപയോഗിച്ചാലേ ഈ ഗ്രൂപ്പിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? സ്പീഷീസ് റിച്ച്നെസ് കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഡൈവേഴ്സിറ്റി മാത്രം, അതായത് പ്രോകറിയോട്സിന്റെ ഡൈവേഴ്സിറ്റി മാത്രം മില്യൺസ് ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ പ്രോബ്ലം എന്താണ്? ദ കൺവെൻഷണൽ ടാക്സോണോമിക് മെത്തേഡ്സ് സൂട്ടബിൾ അല്ല ടു ഐഡന്റിഫൈ മൈക്രോബിയൽ സ്പീഷീസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്പീഷീസ് എങ്ങനെയാ? കൾച്ചറബിളും അല്ല. ഇതുകൊണ്ടാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത എത്രത്തോളം പ്രോകറിയോട്ടിക് സ്പീഷീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വേഗ കണക്ക് ഇല്ലാത്തത് ഇതുകൊണ്ടാണ്. ഇനി അഗെയിൻ കുറച്ച് കണക്കുകൾ. എന്താണ്? ഇന്ത്യക്ക് എത്ര വേൾഡ്സ് ലാൻഡ് ഏരിയ ആണ് കവർ ചെയ്യുന്നത്? എത്ര? 2.4% ഓഫ് ടോട്ടൽ വേൾഡിന്റെ ലാൻഡ് ഏരിയ ഇന്ത്യ കവർ ചെയ്യുന്നു. ആൻഡ് അതിന്റെ ഷെയർ ഓഫ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എത്രത്തോളം ഉണ്ട്? അബൌട്ട് 8.1% ആണ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യയുടെ പങ്ക്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്തായി? വൺ ഓഫ് ദി 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദി വേൾഡ്. ഇത്രയധികം ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് വൺ ഓഫ് ദി 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ആയിട്ട് ഇന്ത്യ വന്നു. ഇനി അടുത്ത ചില കണക്ക് എന്താണ്? നിയർലി 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്വൈസ് ആസ് മെനി ഓഫ് ആനിമൽസ്. ട്വൈസ് എന്ന് വെച്ചാൽ എത്രയാ? 90,000 സ്പീഷീസ് ഓഫ് ആനിമൽസും ഇതുവരെ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് റെക്കോർഡഡ് ആയിട്ടുണ്ട്. അതിൽ ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രം വേൾഡ് എന്ന് വെച്ചാൽ നമുക്ക് അത് തെറ്റാന്ന് പറയാൻ പറ്റണം. അപ്പൊ 45,000 പ്ലാന്റ്സിനുണ്ട് ആൻഡ് 90,000 ആനിമൽസിനുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സയന്റിഫിക്കലി സൗണ്ട് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആരാണ് കൊണ്ടുവന്നത്? റോബർട്ട് മെയ്. ഇനി റോബർട്ട് മെയ്ന്റെ എസ്റ്റിമേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം നമ്മൾ നമ്പർ ഓഫ് സ്പീഷീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയൊക്കെ എത്രയായിട്ടുള്ളൂ? അതായത് ഇതുവരെ ഡിസ്കവേർഡ് ആയിട്ടില്ല എന്നാണ് ഈ കണക്കുകളൊക്കെ എടുത്തത്. ഈ ഡിസ്കവേർഡ് ആയിട്ടുള്ളത് ഓൺലി 22%. അതായത് ഓൺലി 22% ഓഫ് ദി ടോട്ടൽ സ്പീഷീസ് ആണ് ഇതുവരെ റെക്കോർഡഡ് ആയിട്ടുള്ളത്. ആൻഡ് ഈ പ്രൊപ്പോർഷൻ നമ്മൾ ഇന്ത്യന്റെ ഡൈവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര മനസ്സിലാവും? മോർ ദാൻ 1 lakh പ്ലാന്റ് സ്പീഷീസും മോർ ദാൻ 3 lakh ആനിമൽ സ്പീഷീസും ഇനിയും ഡിസ്കവർ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും ബാക്കിയുണ്ട്. അപ്പൊ ഈ ഓരോ നമ്പറും ഒരു ഷീറ്റിൽ എഴുതി വെക്കുക, ഒരു പേപ്പറിൽ എഴുതി വെച്ച് എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. കാരണം എന്താ? ഇതിൽ ഓരോ പോയിന്റിലും ഓരോ പല നമ്പേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് ആ ഓരോ നമ്പേഴ്സും വേൾഡിലെ കണക്കാണോ, ഇന്ത്യയിലെ കണക്കാണോ, ഏത് സയന്റിസ്റ്റ് കൊണ്ടുവന്ന കണക്കാണ്, ഇനി അൺഡിസ്കവേർഡ് ആയിട്ടുള്ള കണക്കാണോ, ഡിസ്കവേർഡ് ആയിട്ടുള്ള കണക്കാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര കാലം എടുത്തിട്ടായിരിക്കണം? അതായത് ഇതുവരെ ഇത്രയും കണ്ടുപിടിച്ച ജസ്റ്റ് 22% ആയിട്ടുള്ള ടോട്ടൽ സ്പീഷീസിന്റെ. അപ്പോ ഇനി ഇത്രയധികം ഡിസ്കവർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ടോട്ടൽ എത്ര ബയോളജിക്കൽ വെൽത്ത് ഉണ്ടെന്ന് അറിയാൻ എത്ര കാലം കൂടി എടുക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? പ്രസന്റ് റേറ്റ് ഓഫ് സ്പീഷീസ് ലോസ് വെച്ച് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? നമുക്ക് എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ദർ ഇസ് എ ത്രെറ്റ് ഓഫ് ബിക്കമിങ് എക്സ്റ്റിങ്ക്ട്. അതായത് ഈ കണ്ടുപിടിക്കാത്ത സാധനങ്ങൾ പോലും എക്സ്റ്റിങ്ക്ട് ആവാനുള്ള ഒരു പോക്കാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. ഇനി അതിനെയാണ് എന്ത് പറയുന്നത്?
Nature's biological library is burning even before we cataloged the titles of all books stocked there. അതായത് നമ്മൾ നേച്ചർ ആകുന്ന ബയോളജിക്കൽ ലൈബ്രറി എടുത്തു നോക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി എത്ര ടൈറ്റിൽസ് ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ നമുക്ക് എക്സ്റ്റിങ്ഷൻ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതെന്താ? നേച്ചേഴ്സ് ബയോളജിക്കൽ ലൈബ്രറി ഇസ് ബേണിംഗ് ഈവൻ ബിഫോർ വി കാറ്റലോഗ് ദി ടൈറ്റിൽസ് ഓഫ് ഓൾ ദി ബുക്സ് സ്റ്റോക്ഡ് ദെയർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? ടു സേ ദാറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ട്, അതായത് എത്രത്തോളം ഏതാണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി എത്രത്തോളം ബാക്കിയുണ്ട്, ആൻഡ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് എക്സ്റ്റിങ്ഷൻ വരെ പോകുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കാണാൻ പോകുന്നത് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ഇതില് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ ആദ്യം നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് കാണും. അത് കഴിഞ്ഞ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണും. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ടെമ്പറേറ്റും ട്രോപ്പിക്സും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇതില് ട്രോപ്പിക്സിനാണ് മാക്സിമം ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റി. അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഗ്ലോബിന്റെ നടുക്കൊരു ഇക്വേറ്റർ ഉണ്ട്, അതിന്റെ ഇപ്പുറത്തോട്ട് ട്രോപ്പിക്കൽ, അതിന്റെ ഇപ്പുറത്തോട്ട് ടെമ്പറേറ്റ്, ആൻഡ് ഏറ്റവും മേലെ പോളാർ. ഇങ്ങനെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്, അതായത് 0 അറ്റ് ദി ഇക്വേറ്റർ, ആൻഡ് നമ്മൾ മേലോട്ട് പോകണം, അതായത് ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ്, പോളാർ, അങ്ങനെ ഓർഡർലി നമ്മൾ പോവുകയാണെങ്കിൽ എത്ര അതിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ ചേഞ്ച് എങ്ങനെയായിരിക്കും? അപ്പൊ നമുക്ക് മനസ്സിലായി, മേലോട്ട് പോകുന്നോറും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോ ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം, പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഡൈവേഴ്സിറ്റി വേൾഡിൽ ഒട്ടാകെ യൂണിഫോം അല്ല. അതുകൊണ്ടാണ് നമുക്കറിയാം ഇന്ത്യ വൺ ഓഫ് ദി 12 മെഗാ ഡൈവേഴ്സിറ്റി ഉള്ള ഹോട്ട്സ്പോട്ട് ആയത്. എങ്ങനെയാ? കാരണം അതിന് അത്രയും കൂടുതൽ ഉള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് ലോജിക്കലി മനസ്സിലാവാം ഭയങ്കര ഇറഗുലർ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ്. ഇനി ഈ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓൾറെഡി ഗിവൺ ആണ്, ആൻഡ് കുറെ ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനും പ്ലാന്റ്സിനും അതിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ വെച്ച് ഡിഫറെന്റ് റീജിയൻസിലാണ് അവരും ഹാബിറ്റാറ്റും കാര്യങ്ങളും ഉണ്ടാക്കുക. അപ്പോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആസ് വി മൂവ് അവേ ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദി പോൾസ് എന്ത് സംഭവിക്കും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്ത് സംഭവിക്കും? നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, ആസ് വി മൂവ് ഫ്രം ഇക്വേറ്റർ തൊട്ട് പോളിലേക്ക് മൂവ് ചെയ്യുന്നോറും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ്. ആൻഡ് ഇതില് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻ ആണ് ഒന്നാമത്തെ ഏത്? ട്രോപ്പിക്സ്. ട്രോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് വരും? 23.45 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി സൗത്ത്. ഇതില് ട്രോപ്പിക്സ് കൂടുതൽ സ്പീഷീസിനെ ഹാർബർ ചെയ്യും അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യും ദാൻ ടെമ്പറേറ്റ് അല്ലെങ്കിൽ പോളാർ ഏരിയാസ്. ഈ എക്സെപ്ഷൻ ഒഴിച്ചു വെച്ച് നോക്കിയാൽ നമുക്ക് ജനറലി എന്ത് പറയാൻ പറ്റും? ഇക്വേറ്ററോട്ട് പോളിലേക്ക് പോകുന്നവരും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു എന്ന് പറയാൻ പറ്റും. ആൻഡ് അതിന്റെ എക്സെപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രോപ്പിക്സിൽ കുറച്ച് കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും ദാൻ ടെമ്പറേറ്റ് അല്ലെങ്കിൽ പോളാർ ഏരിയാസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നതാണ്. എന്ത്? കൊളംബിയ എവിടെയാണ്? നിയർ ദി ഇക്വേറ്റർ ആണ്. ആൻഡ് ഇവിടെ എത്ര സ്പീഷീസ് ഉണ്ട്? നിയർലി 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ആൻഡ് ന്യൂയോർക്ക് ഏത് പൊസിഷനിൽ വരും? 41 ഡിഗ്രി നോർത്തില് അറൌണ്ട് 105 സ്പീഷീസ്. ആൻഡ് ഗ്രീൻലാൻഡിലേക്ക് പോകുമ്പോൾ അത് ഗ്രീൻലാൻഡ് എത്രത്തോളം വരും? 71 ഡിഗ്രി നോർത്ത്, ഓൺലി 56 സ്പീഷീസ്. അപ്പോ ഈ കണക്ക് അറിഞ്ഞിരിക്കുക. അതായത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇക്വേറ്ററിന് പോളിലേക്ക് പോകുന്നതും കുറയുന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കൊളംബിയനെ വെച്ച് പറഞ്ഞത്. കൊളംബിയയും ന്യൂയോർക്കും ഗ്രീൻലൻഡും വെച്ച് പറഞ്ഞത്. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ക്വസ്റ്റ്യൻ വരുമ്പോ ഈ സ്പീഷീസ് നമ്പർ അറിഞ്ഞിരിക്കുക, അതിന്റെ റെസ്പെക്റ്റീവ്
കൺട്രിയും അതിൽ എത്ര സ്പീഷീസ് ഉണ്ട്, അതിന് എത്ര ഡിഗ്രി ഉള്ള ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചും അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യ വിത്ത് മച്ച് ഓഫ് ഇറ്റ്സ് ലാൻഡ് ഏരിയ ഇൻ ദ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ്, അവിടെ മോർ ദൻ 1200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഇനി അഗൈൻ ഒരു ട്രോപ്പിക്കൽ റീജിയനിലെ ഒരു ഫോറസ്റ്റ് എടുത്ത്, ഫോർ എക്സാമ്പിൾ ഇക്വഡോറിൽ up to 10 times as many species of vascular plants as a forest of equal area. അതായത് ഈക്വൽ ഏരിയ ഒരു ട്രോപ്പിക്കൽ റീജിയനിലെ ഫോറസ്റ്റ് എടുത്തു, ഒരു ടെമ്പറേറ്റ് റീജിയനിലെ ഫോറസ്റ്റ് എടുത്തു. അപ്പോൾ നമുക്ക് 10 times ആണ് അവരുടെ സ്പീഷീസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ടെറിഡോഫൈറ്റ്സിന്റെ അങ്ങോട്ട് വരുന്നതെല്ലാം വാസ്കുലർ പ്ലാന്റ്സ് ആണ്. ഈ വാസ്കുലർ പ്ലാന്റ്സിന്റെ സ്പീഷീസ് റിച്ച്നെസ് about 10 times ആവാണ് ജസ്റ്റ് ബൈ ഗോയിങ് ഫ്രം ഇവിടുന്ന് ടെമ്പറേറ്റ് ട്രോപ്പിക്കലിലേക്ക് പോകുന്നവരും. ഇനി കൂടുതൽ ട്രോപ്പിക്സിൽ സിറ്റുവേറ്റഡ് ആയിരിക്കുന്ന ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്, സൗത്ത് അമേരിക്കയിലെ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റില് ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ആണ് എർത്തില്. കാരണം എന്താ, അത് പ്രൂവ് ചെയ്യാനുള്ള അടുത്ത പോയിന്റ്സ് അറിഞ്ഞിരിക്കുക MCQ പോയിന്റ് ഓഫ് വ്യൂ. എങ്ങനെ, എത്ര ബേർഡ്സ് ഉണ്ട്, about 40,000 species of plants, 3,000 fishes, 1,300 birds, 427 mammals, 427 amphibians, 378 reptiles, and of more than 1,25,000 invertebrates. ഈ കണക്ക് അറിഞ്ഞിരിക്കുക, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്പേഴ്സും അതിൽ ഏത് നമ്പർ ആയിരിക്കാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഇത്രയും കാര്യം വന്നു. ഇനി ഇൻസെക്ട്സ്, അതായത് അൺഡിസ്കവേർഡ് ആയിട്ടുള്ള, യെറ്റ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് നെയിംഡ് ആയിട്ടുള്ള ഇൻസെക്ട്സ് ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2 million എങ്കിലും ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം ഗ്രേറ്റർ ആണ് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബൌട്ട് ട്രോപ്പിക്സ് ദാറ്റ് മൈറ്റ് അക്കൗണ്ട് ഫോർ ദർ ഗ്രേറ്റർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ട്രോപ്പിക്കൽ റീജിയനിൽ കുറെ കൂടി കൂടുതലാണ് ബയോഡൈവേഴ്സിറ്റി. ഇതിന്റെ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിലെ ഫസ്റ്റ് പോയിന്റ്? tropical region has more diversity. അതിന്റെ റീസൺ ഒന്നാമത്തത്, ട്രോപ്പിക്കൽ റീജിയനിൽ കിട്ടുന്ന സൺലൈറ്റിന്റെ എമൗണ്ട് നല്ല കൂടുതലാണ്. സൺലൈറ്റ് കൂടുമ്പോൾ എന്ത് പറ്റും, പ്രൊഡക്ടിവിറ്റി, പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും കൂടും. പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ഫൈനലി എന്ത് പറ്റും, അവിടുത്തെ സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയും ഫൈനലി കൂടും. ഇനി സൺലൈറ്റിനെ പറഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അവിടെയുള്ള ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ നല്ല കുറവാണ്. ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ നല്ല കുറവാണെങ്കിൽ എന്താണ്, എല്ലാ ഓർഗാനിസംസും അവിടെ ജീവിക്കാൻ താല്പര്യപ്പെടും. കാരണം അവരുടെ ബാക്കിയുള്ള ഹാബിറ്റ്സ് ഒന്നും അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കില്ല. അതായത് അവരുടെ ജീവിതശൈലി റുട്ടീനും എല്ലാം അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അങ്ങനെ അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ സ്പീസിയേഷനും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പൊ സെക്കൻഡ് പോയിന്റ്, ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ നല്ല കുറവായിരിക്കും. അപ്പോ അവിടെ അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടുത്തെ സ്പീസിയേഷൻ അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, അവിടെ ഗ്ലേസിയേഷൻ കാണാറില്ല. അതായത് ഫ്രീക്വന്റ് ആയിട്ട് ഗ്ലേസിയേഷൻ നടക്കാറില്ല. അതായത് അത് കാണിക്കുന്നത് എക്സ്ട്രീം ടെമ്പറേച്ചറിലേക്കുള്ള ഒരു ഫ്ലക്ച്വേഷൻ വളരെ കുറവാണ്. അപ്പൊ തേർഡ് പോയിന്റ്, നോ ഫ്രീക്വന്റ് ഗ്ലേസിയേഷൻ. അപ്പോ ട്രോപ്പിക്കൽ റീജിയനിൽ എന്തുകൊണ്ടാണ് മോർ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള 3 റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി NCERT പറയുന്നു, കുറെ എക്കോളജിസ്റ്റും എവല്യൂഷണറി ബയോളജിസ്റ്റും എന്തുകൊണ്ടാണ് ട്രോപ്പിക്സിൽ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി പഠിച്ചപ്പോൾ അവർ കുറെ ഹൈപ്പോത്തിസിസിലേക്ക് എത്തിച്ചേരാൻ പറ്റി. അതിൽ ഇമ്പോർട്ടന്റ് വൺസ് എന്തൊക്കെയാണ് നമുക്കറിയാം. സ്പീസിയേഷൻ ഇസ് ജനറലി എ ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് സ്പീസിയേഷന്റെ ചാൻസും കൂടുതലാണ്. അപ്പൊ ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് സ്പീസിയേഷനെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് അൺലൈക്ക് ടെമ്പറേറ്റ് റീജിയൻസ്, ഇവരുടെ അതായത് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഫ്രീക്വന്റ് ഗ്ലേസിയേഷൻസ് ഉണ്ടാവാറില്ല. ആൻഡ്
അവരെങ്ങനെയാ ഗ്ലേസിയേഷൻസ് ഇല്ല, അധികം വെതർ ചേഞ്ചസ് ഇല്ല. അപ്പൊ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് റിമെയിൻ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പോ അത്രയും അൺഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അവർക്ക് കൂടുതൽ എവല്യൂഷണറി ടൈം കിട്ടും ഫോർ സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ. ആൻഡ് ഈ ട്രോപ്പിക്കൽ എൻവയൺമെന്റ്സിന്റെ അടുത്ത പ്രത്യേകത ദേ ആർ ലെസ് സീസണൽ, അതായത് മോർ കോൺസ്റ്റന്റും പ്രെഡിക്റ്റബിളും ആയിട്ടുള്ള സീസൺസ് ആണ് അവിടെ കൂടുതൽ കാണാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റന്റ് എൻവയൺമെന്റ് ആവുമ്പോൾ അവിടെ കൂടുതൽ എന്ത് പറ്റും, സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷനും നീഷ് സ്പെഷ്യലൈസേഷനും പ്രൊമോട്ട് ചെയ്ത് ഫൈനലി ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. ആൻഡ് തേർഡ് പോയിന്റ് പറയുന്നത് മോർ സോളാർ എനർജി അവൈലബിൾ ആണ്. അപ്പോൾ ഹയർ പ്രൊഡക്ടിവിറ്റി കിട്ടും. ആൻഡ് ഇത് ഇൻഡയറക്ട്ലി ഗ്രേറ്റർ ഡൈവേഴ്സിറ്റിനെ ബാധിക്കും, അതായത് കൂട്ടാൻ സഹായിക്കും. അപ്പോ നമ്മൾ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കണ്ടത് എന്താണ്? പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഫസ്റ്റ് കണ്ടത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ഞാൻ എല്ലാം ഒന്നും എഴുതുന്നില്ല, ആ ഇമ്പോർട്ടന്റ് നമ്പേഴ്സ് മാത്രം ഞാൻ ജസ്റ്റ് എഴുതി പോവാണ്. അതായത് ഫസ്റ്റ് കണ്ടത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് പോൾസ്. അതില് എക്സാമ്പിൾ കണ്ടത് കൊളംബിയ. എങ്ങനെയാ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ ഉള്ള കൺട്രിയാണ്. ആൻഡ് അവിടെ 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഇന്ത്യ, അതും എഗൈൻ എന്താണ്, ട്രോപ്പിക്കൽ. അവിടെ 1200 സ്പീഷീസ് ആണ് നമുക്ക് കണ്ടത്. ന്യൂയോർക്ക് എടുത്ത് നോക്കുമ്പോൾ അവിടെ എങ്ങനെയാണ്, ടെമ്പറേറ്റ് ആണ്, 41 ഡിഗ്രി നോർത്ത് ആൻഡ് 105 സ്പീഷീസ്. ഫൈനലി ഗ്രീൻലൻഡ് എടുത്ത് നോക്കിയപ്പോ 56 സ്പീഷീസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് കണ്ടത് ഒരു ഫോറസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഫോറസ്റ്റ് ഇൻ ഇക്വഡോർ എന്ന് വെച്ചാൽ ട്രോപ്പിക്സിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഫോറസ്റ്റിന് അബൌട്ട് 10x, അതായത് 10 ടൈംസ് ഏതിന്റെ വാസ്കുലർ പ്ലാന്റ്സിന്റെ ഡൈവേഴ്സിറ്റി കൂടുതലാണ് നമുക്ക് മനസ്സിലായി ദാൻ മിഡ് വെസ്റ്റ് ഓഫ് USA, അതായത് ടെമ്പറേറ്റിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന കൺട്രിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോ ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് കണ്ടത് ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ സ്റ്റോറിയാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക. ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റി? 40,000 പ്ലാന്റ്സ്. ആൻഡ് നെക്സ്റ്റ് ഫിഷസ് എത്രയാന്ന് കണ്ടു? 3,000 ഫിഷസ്. നെക്സ്റ്റ് ബേർഡ്സ് എത്രയാന്ന് കണ്ടു? 1,300 ബേർഡ്സ്. രണ്ടെണ്ണത്തിന്റെ കണക്ക് സെയിം ആണ്. ഏതിന്റെ? മാമൽസും ആംഫിബിയൻസും. അത് 427. നെക്സ്റ്റ് കണ്ട എന്താ? റെപ്റ്റൈൽസ്. എത്ര കണ്ടു? 378 റെപ്റ്റൈൽസ്. ആൻഡ് ഫൈനലി ഇൻവെർട്ടിബ്രേറ്റ്സ് 1,25,000 ഇൻവെർട്ടിബ്രേറ്റ്സ്. ഇത്രത്തോളം റെക്കോർഡും ഡിസ്കവേർഡും ആണ്. ഇനി 2 മില്യൺ ഇൻസെക്ട്സ് എങ്ങനെയാണ്? ദേ ആർ യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഷോർട്ട് നോട്ട് പോലെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ട്രോപ്പിക്കൽ റീജിയനിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് കണ്ടു. ഇനി പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചസിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഡിഫർ ചെയ്യാന്ന് കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ്ലി ഒരു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എങ്ങനെയാന്ന് നമുക്ക് അറിയണം.
അതിന് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് പഠിക്കുന്നത് ഒരു ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജിയോഗ്രഫറിനെ പറ്റിയാണ്. അതാരാണ്? ഗ്രേറ്റ് ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജിയോഗ്രഫർ. അയാളുടെ പേര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ കോൺട്രിബ്യൂഷൻ. അയാൾ എന്ത് ഒബ്സർവ് ചെയ്തു? അതായത് നമ്മള് എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയ കൂട്ടുന്നതിന് അനുസരിച്ച് നമുക്ക് എന്തും കൂടി കാണാൻ പറ്റും. അതായത് സ്പീഷീസ് റിച്ച്നെസ്സും കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മള് ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ കണക്കെടുക്കാൻ തുടങ്ങി. എത്ര സ്പീഷീസ് ഉണ്ട്, എത്ര റിച്ച്നെസ് ഉണ്ട്. ഇനി ഈ ഏരിയ നമ്മൾ പതുക്കെ കൂട്ടി വന്നു. കുറച്ചും കൂടി കൂടുതൽ ഏരിയ നോക്കിയപ്പോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്തായി? പിന്നെയും കുറച്ചും കൂടി കൂട്ടിയപ്പോ പിന്നെയും കൂടി. പക്ഷേ ഈ എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടാം. പക്ഷേ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. അൺലിമിറ്റഡ് ആയിട്ട് ഇതൊരിക്കലും കൂടാൻ പോകുന്നില്ല. അതായത് അവിടെ ഒരു റിലേഷൻ കൊണ്ടുവന്നു. ഏത് തമ്മിലുള്ള റിലേഷൻ? ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഏരിയ. ഏതിന്റെ? ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് ടാക്സ. ഏതൊക്കെ? ആൻജിയോസ്പെർം പ്ലാന്റ്സ്, ബേർഡ്സ്, ബാറ്റ്സ്, ഫ്രഷ് വാട്ടേഴ്സ്, ഫിഷസ്. ഇത്തരത്തിലുള്ള കുറെ ടാക്സയുടെ സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റി. ആൻഡ് അത് ഡിറൈവ് ചെയ്തപ്പോ എന്താന്ന് കണ്ടു? അതൊരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണെന്ന് കണ്ടു. ഇനി ലോഗ് സ്കെയില് നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? log s equals log c plus z log a. ഇതില് ഓരോ ടേമും എന്താണ് പറയുന്നതെന്ന് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. S for what? S for species richness, A for area, and ഇതിലെ Z എന്താണ്? Z for slope of the line. Slope of the line എന്ന് പറഞ്ഞാല് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്നാണ് അതിനെ വിളിക്കാം. ആൻഡ് ഫൈനലി C എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്. അപ്പൊ ഇക്വേഷൻ അറിഞ്ഞിരിക്കാം. അതിൽ ഓരോ ടേം എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. ഇനി ഈ സെഡിന്റെ അതായത് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി ഇതൊരു റേഞ്ചിനുള്ളിൽ കിടക്കുന്നതാണ്. ആ റേഞ്ച് എത്രയാണ്? 0.1 to 0.2. അതായത് ഏത് ടാക്സോണോമിക് ഗ്രൂപ്പ് എടുത്തോ അതൊന്നും ഇറസ്പെക്റ്റീവ് ആണ്. എത്ര ടാക്സോണോമിക് ഗ്രൂപ്പ് ഉണ്ടോ, ഏത് റീജിയൻ, ഇതൊക്കെ ഇറസ്പെക്റ്റീവ് ആയിട്ടും സ്റ്റിൽ സെഡിന്റെ അതായത് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് എത്രയായിട്ട് കണ്ടു? 0.1 to 0.2. Whether it is plants in Britain, birds in California, or mollusks in New York State, slope of the regression line are amazingly similar. അതായത് എവിടുത്തെ ഏത് ഓർഗാനിസം എടുത്ത് നോക്കിയാലും, അതായത് ഒരു ബന്ധം ഇല്ലാത്തതാണെങ്കിലും റിഗാർഡ്ലെസ് ഓഫ് വാട്ട് എവർ യു സീ അല്ലെങ്കിൽ വാട്ട് എവർ യു ചൂസ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ 0.1 to 0.2. ഇനി ഇതിൽ ചെറിയ ഡിഫറൻസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോ? ഇഫ് യു അനലൈസ് ദ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്സ് among very large areas like entire കോണ്ടിനെന്റിനെ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ദാറ്റ് ഈ സ്ലോപ്പ് എങ്ങനെയാണ്? കുറച്ചും കൂടി മച്ച് സ്റ്റീപ്പർ, അതായത് കുറച്ചും കൂടി സ്റ്റീപ്പർ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് സെഡ് വാല്യൂസിന്റെ റേഞ്ച് എത്രയായിട്ട് മാറും? 0.6 to 1.2. ഫോർ എക്സാമ്പിൾ, ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് അതായത് ഫ്രൂഗിവോറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് എടുത്ത് നോക്കുമ്പോൾ സ്ലോപ്പ് നമുക്ക് എത്രയായിട്ട് കാണാൻ പറ്റി? 1.15 ആയിട്ട് കാണാൻ പറ്റി. അതായത് അതിന്റെ സ്ലോപ്പ് കുറച്ചും കൂടി സ്റ്റീപ്പർ ആണ്. അതായത് സെഡ് വാല്യൂ 0.6 to 1.2 ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതിന്റെ കേസിൽ? വെരി ലാർജ് ഏരിയാസ് ലൈക്ക് എൻറ്റയർ കോണ്ടിനെന്റ്സ്. അപ്പോ ഇതിന്റെ ആക്ച്വൽ സ്പീഷീസ് റിച്ച്നെസ് വേഴ്സസ് ഏരിയയുടെ എടുത്ത് നോക്കിയപ്പോ നമുക്ക് എങ്ങനെ കാണാൻ പറ്റി? ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരുന്നു. ആൻഡ് അതിന്റെ ഇക്വേഷൻ എന്താണ്? S equals C A raised to Z. അത് ലോഗ് സ്കെയിലിൽ log S equals log C plus Z log A. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ആൻഡ് നമ്മൾ അതിന്റെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് വാല്യൂം കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ നോക്കി. Z എന്താന്ന് നമ്മൾ കണ്ട്? സ്ലോപ്പ് ഓഫ് ദി ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഈ റിഗ്രഷൻ കോഎഫിഷ്യന്റ് അതായത് ഇഫ് Z ഇൻക്രീസസ്, അതായത് ഈ റിഗ്രഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ സ്ലോപ്പ് കൂടുവാണെങ്കിൽ എന്ത് പറ്റും?
സെഡ് കൂടുന്നു, സ്ലോപ്പ് സ്റ്റീപ്പർ ആവുന്നു, ഏരിയ കൺസിഡർ ആവുന്നത് കൂടുന്നു, ആൻഡ് അതെന്ത് കാണിക്കുന്നു? സ്പീഷീസ് റിച്ച്നെസ്സും കൂടുന്നു. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫ്രൂഗിവോറസ് ബേർഡ്സും മാമൽസും കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് Z വാല്യൂ 1.15 ആയിട്ട് കിട്ടി. ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി ഈ പാരഗ്രാഫിന്. എന്താണ്? കൺട്രി ലെവൽ, അതായത് അത്രയും വലിയ ഏരിയാസ് എടുത്തപ്പോൾ നമുക്ക് Z വാല്യൂ ഈക്വൽസ് 0.1 to 0.2 കിട്ടി. അതേസമയം കോണ്ടിനെന്റ് ലെവൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് Z വാല്യൂ എങ്ങനെയാ കിട്ടുക? 0.6 to 1.2 വരെ പോവാം. അതായത് സ്ലോപ്പ് കുറച്ചും കൂടി സ്റ്റീപ്പർ ആയിട്ട് പോകും നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പില് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത്. ഇനി എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിന്റെ ഇമ്പോർട്ടൻസ് ടു ആൻ എക്കോസിസ്റ്റം? നമുക്കറിയാം നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ എ കമ്മ്യൂണിറ്റി എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും ടു ദി ഫങ്ഷനിങ് ഓഫ് ഇക്കോസിസ്റ്റം. നമ്മൾ ഓൾറെഡി ഇക്കോസിസ്റ്റത്തിൽ ഇതിനെപ്പറ്റി കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ കുറെ ഡെക്കേഡ്സ് ആയിട്ട്, അത് കുറെ കാലഘട്ടത്തോളം ഇക്കോളജിസ്റ്റ് എന്ത് വിചാരിച്ചു? ദാറ്റ് കമ്മ്യൂണിറ്റീസ് വിത്ത് മോർ സ്പീഷീസ് ജനറലി ടെൻഡ് ടു ബി മോർ സ്റ്റേബിൾ ദാൻ ദോസ് വിത്ത് ലെസ് സ്പീഷീസ്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് എന്താണ് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എന്താണ് ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റിയുടെ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു സ്റ്റേബിൾ ഇക്കോസിസ്റ്റം? എന്താണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് എ സ്റ്റേബിൾ ഇക്കോസിസ്റ്റം? അതില് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് NCERT പറയുന്നുണ്ട്, സ്റ്റേബിൾ ഇക്കോസിസ്റ്റം ആണെങ്കിൽ അതിലെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി. എങ്ങനെയായിരിക്കണം? ഓരോ വർഷത്തോളം എടുത്ത് നോക്കുമ്പോഴും ഈ പ്രൊഡക്ടിവിറ്റിയിലുള്ള വേരിയേഷൻ കുറവ്, എന്നുവെച്ചാൽ ആ വേരിയേഷൻ ലെസ് ആയിരിക്കണം. അതായത് വൈഡ് വേരിയേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരു വർഷം വളരെ കൂടുതൽ പിന്നെ ഭയങ്കര കുറവ്, അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ കാണിക്കാൻ പാടില്ല. വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി പെർ ഇയർ എങ്ങനെയായിരിക്കണം? ലെസ് ആയിരിക്കണം. ഇനി ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്കോസിസ്റ്റം റെസിസ്റ്റന്റ് ആയിരിക്കണം ടു വേരിയസ് ഡിസ്റ്റർബൻസസ്. അതായത് ഡിസ്റ്റർബൻസസ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ, ലൈക്ക് എന്ത് വേണമെങ്കിലും ആവാം, മാൻമെയ്ഡ് ആവാം, പക്ഷെ നാച്ചുറൽ ആവാം. ഇതിനോടൊക്കെ കുറച്ചൊരു റെസിലിയൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി റെസിലിയന്റ് ടു റീഎസ്റ്റാബ്ലിഷ്. അഥവാ എന്തെങ്കിലും ഉണ്ടായി പോയാൽ തന്നെ, കലാമിറ്റിയോ മറ്റുണ്ടായി തന്നെ, ഒരു സ്റ്റേബിൾ ഇക്കോസിസ്റ്റം ആണെങ്കിൽ അവര് റെസിലിയന്റ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, വലിയ ടൈം കൺസ്യൂമിങ് ആയിരിക്കില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എങ്ങനെയായിരിക്കണം? സ്പീഷീസ് ഡൈവേഴ്സിറ്റി നല്ല ഹൈ ആയിരിക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏലിയനോ ഏതെങ്കിലും എക്സോട്ടിക് സ്പീഷീസോ ഇൻവേഡ് ചെയ്ത് വന്നാലും ഈ എക്കോസിസ്റ്റം ഇഫ് ഇറ്റ് ഇസ് സ്റ്റേബിൾ, അവര് റെസിസ്റ്റന്റ് ആയിരിക്കണം ഏത് തരത്തിലുള്ള ഇൻവേഷനോടും. റെസിസ്റ്റന്റ് ടു alien or exotic species invasion. അപ്പോ ഇത്രയും പോയിന്റ്സ് എന്ത് പറയുന്നു? വാട്ട് ഷുഡ് ബി എ സ്റ്റേബിൾ ഇക്കോസിസ്റ്റം, അതായത് എന്താണ് ഒരു സ്റ്റേബിൾ ഇക്കോസിസ്റ്റം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളതിനാണ് ഇത്രയും നമ്മൾ പഠിച്ചത്. NCERT വരികയാണെങ്കിൽ a stable community should not show too much variation in productivity from year to year. ഇനി അത് റെസിസ്റ്റന്റ് ആയിരിക്കണം ആൻഡ് റെസിലിയന്റ് ആയിരിക്കണം ടു എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസസ്, ബി ഇറ്റ് നാച്ചുറൽ or man-made, and it should also be resistant to invasions by alien species. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്
ഡേവിഡ് ടിൽമൻ. ഡേവിഡ് ടിൽമൻ കുറെ കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ആൻഡ് അവർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് തരുന്നു. അയാൾ കണ്ടുപിടിച്ചു എന്ത്, the plots with more species showed less year-to-year variation in total biomass and increased diversity. എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു? കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ കണ്ടുപിടുത്തങ്ങൾ, അതായത് ഈ ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത ആരാണ്, ആരുടെ ഫൈൻഡിങ്സ് ആണെന്ന് വെച്ചാൽ എന്ത് പറയും? ഡേവിഡ് ടിൽമൻ. ഇനി പണ്ട് തൊട്ടേലൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് എന്താണ്, ഇത്രയും അധികം ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു റീജിയനിൽ ഇപ്പൊ കുറച്ച് ചില സ്പീഷീസ് എക്സ്റ്റിൻറ്റ് ആയി എന്ന് വെച്ച് വലിയ എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ടോ? അല്ല അതിന്റെ ഫംഗ്ഷൻ അത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ? കുറച്ച് പല രീതിയിലുള്ള ഇത്രയധികം സ്പീഷീസ് ഉണ്ടാകുമ്പോൾ ചിലത് എക്സ്റ്റിൻറ്റ് ആയി പോയി എന്ന് വെച്ച് ഇത്രമാത്രം ലെസ് ഫങ്ഷണൽ ആവോ എന്നുള്ള ക്വസ്റ്റിന് ഡിറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഒരു ഹൈപ്പോത്തസിസ് പഠിക്കാം. ആ ഹൈപ്പോത്തസിന്റെ പേര് റിവർ പോപ്പർ ഹൈപ്പോത്തസിസ്. അത് കൊണ്ടുവന്നത് സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് ആയ പോൾ എർലിച്ച്. അടുത്ത സയന്റിസ്റ്റ് ആണ്. അയാൾ ആരാണ്? സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റ് ആയിരുന്നു. അയാളുടെ പേരെന്താണ്? അയാൾ കൊണ്ടുവന്ന ഹൈപ്പോത്തസിസ് എന്താണ്? ഇത്രയും കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ആൻഡ് ആ അനാലജി എന്താണ്? ഒരു എയർപ്ലെയിൻ എടുത്തു. ആൻഡ് ആ എയർപ്ലെയിനെ നമ്മൾ ഒരു ഇക്കോസിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് നമുക്കറിയാം ഒരു എയർപ്ലെയിൻ ഉണ്ടാക്കാൻ കുറെ കുറെ റിവറ്റ്സിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ഈ തൗസൻഡ്സ് ഓഫ് റിവറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഒരു എയർപ്ലെയിൻ. ഈ ഓരോ റിവറ്റ്സിനെ നമ്മൾ സ്പീഷീസ് ആയിട്ട് കമ്പയർ ചെയ്തു. അതായത് ഫസ്റ്റ് എയർപ്ലെയിൻ ഇക്കോസിസ്റ്റം ആയിട്ട് കണ്ടു, ആൻഡ് തൗസൻഡ്സ് ഓഫ് റിവറ്റ്സിനെ സ്പീഷീസ് ആയിട്ട് കണ്ടു. ആൻഡ് ഒരു പാസഞ്ചറെ കൺസിഡർ ചെയ്യുക ഹു ഇസ് ട്രാവലിംഗ് ഇൻ ദിസ് എയർപ്ലെയിൻ. ആൻഡ് അയാള് ഇരുന്നെടുക്കുന്ന ചില റിവറ്റ് എടുത്ത് പോപ്പ് ചെയ്യാൻ തുടങ്ങണം, അതായത് റിമൂവ് ചെയ്യാൻ തുടങ്ങണം ഫ്രം എയർപ്ലെയിൻ. ആൻഡ് അയാൾ അത് റിമൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശിച്ചു. ഇനി അപ്പൊ എന്താ ചെയ്യാം? അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോസിങ് എ സ്പീഷീസ് ടു ബിക്കം എക്സ്റ്റിങ്ക്ട്, അതായത് ചെറിയ കോൺട്രിബ്യൂഷൻ കൊണ്ട് ചില സ്പീഷീസിന് എക്സ്റ്റിങ്ക്ട് ആവാനുള്ള കാരണക്കാരാവുന്ന ചില. അപ്പോ എന്ത് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് മേ നോട്ട് എഫക്ട് എന്ത് ഫ്ലൈറ്റ് സേഫ്റ്റി ഇനിഷ്യലി ഈ ചെറിയ പോപ്പിംഗ് ഓഫ് റിവറ്റ്സ് ടു ടേക്ക് ഹോം എന്ത് എഫക്ട് ചെയ്യുന്നില്ല? ഈ ഫംഗ്ഷനിങ്ങിനെ, എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ കൂടുതൽ പാസഞ്ചേഴ്സ് ഇതന്നെ ചെയ്യാൻ തുടങ്ങിയാൽ, അതായത് വേറെ സ്ഥലത്ത് നിന്ന് ഓരോരാളും ഇതന്നെ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ക്യുമുലേറ്റീവ് എഫക്ട് ഉണ്ടാവുന്നു. അങ്ങനെ ക്യുമുലേറ്റീവ് എഫക്ട് ഉണ്ടാവുമ്പോൾ പ്ലെയിൻ എന്ത് പറ്റും? ബിക്കംസ് ഡേഞ്ചറസ്ലി വീക്ക് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ആൻഡ് ഇതിൽ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടതാണ്. ഓരോ പാസഞ്ചറും ഇനീഷ്യലി റിമൂവ് ചെയ്യുമ്പോൾ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഒരു കാര്യത്തിനും കൂടി ഡിപ്പെൻഡന്റ് ആണ്. എവിടുത്തെ, അതായത് ഏത് ഭാഗത്തിലത്തെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള സ്ഥലത്തെ റിവറ്റ്സ് ആണോ റിമൂവ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ഥലം, അതായത് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലത്ത് റിവറ്റ് റിമൂവ് ചെയ്താൽ ഇനീഷ്യലി തന്നെ എന്ത് പറ്റും? ഫംഗ്ഷനിങ്ങിനെ അഫക്ട് ചെയ്യും. അപ്പോ furthermore which rivet is removed may also be critical. അങ്ങനെ, അതായത് അതിന്റെ എക്സാമ്പിൾ പറയുന്നത് എന്താ? ലോസ് ഓഫ് റിവറ്റ്സ് ഓൺ ദ വിങ്സ് ആണ് ബാലൻസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എയർപ്ലെയിനെ. അപ്പൊ അതാണ് ആദ്യമേ റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? മോർ സീരിയസ് ത്രെറ്റ് ടു ഫ്ലൈറ്റ് സേഫ്റ്റി ദാൻ ലോസ് ഓഫ് എ ഫ്യൂ റിവറ്റ്സ് ഓൺ ദി സീറ്റ്സ് അല്ലെങ്കിൽ വിൻഡോസ്. അപ്പോൾ എവിടുത്തെ റിവറ്റ്സ് ആണ് റിമൂവ് ചെയ്യുന്നതും കൂടി നമുക്ക് ക്രിറ്റിക്കൽ ആണ്. ആൻഡ് ഈ ലോസ് ഓഫ് റിവറ്റ്സ് ഓൺ ദി വിങ്സ്, അതായത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് സ്ഥലത്ത് നമ്മൾ റിവറ്റ്സ് റിമൂവ് ചെയ്യുന്നത് എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? കീ സ്പീഷീസ് ദാറ്റ് ഡ്രൈവ് മേജർ ഇക്കോസിസ്റ്റം ഫംഗ്ഷൻ. അതായത് എക്സ്റ്റിങ്ക്ട് ആവുന്ന സ്പീഷീസ് ഏത് തരത്തിലുള്ള സ്പീഷീസ് ആണ്, അതിന്റെ ഫംഗ്ഷനിങ് എത്രത്തോളാണ്, അതായത് മേജർ ഇക്കോസിസ്റ്റം ഫംഗ്ഷൻസ് ചെയ്യുന്ന സ്പീഷീസിനെ നമുക്ക് കീ സ്പീഷീസ് എന്ന് വിളിച്ചാൽ അവർ ആദ്യം തന്നെ എക്സ്റ്റിങ്ക്ട് ആവുന്നത് അത്രത്തോളം കൂടുതൽ എഫക്ട് ചെയ്യും ഏതിനെ? ഫംഗ്ഷനിങ് ഓഫ് ഇക്കോസിസ്റ്റത്തിന്. ഇത് കൊണ്ടുവന്ന് ഈ ഹൈപ്പോത്തിസിസ്, അതായത് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് പോൾ എർലിച്ച്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? നമ്മൾ ഇതുവരെ കണ്ടു എന്താണ് ബയോഡൈവേഴ്സിറ്റി, അതിന്റെ 3 മെയിൻ ലെവൽസ് എന്തൊക്കെയാണ്, എത്രത്തോളം സ്പീഷീസ് ഓൺ എർത്ത് നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇനി യെറ്റ് ടു ബി ഡിസ്കവേർഡ് എത്രത്തോളം ഉണ്ട്, അതിന് പല സയന്റിസ്റ്റിന്റെ പേരും വെച്ച് നമ്മൾ കോറിലേറ്റ് ചെയ്തു, അവരുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ പഠിച്ചു. എന്നിട്ട് ഗ്ലോബൽ ഡൈവേഴ്സിനെ റെപ്രസെന്റ് ചെയ്തു, അത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടു. അത് കഴിഞ്ഞ്
പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതായത് ബയോഡൈവേഴ്സിറ്റി അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഇതിന്റെ പാറ്റേൺ എങ്ങനെയാന്നുള്ളത് നമ്മൾ കണ്ടു. അതിന്റെ ഫാക്ട്സും നമ്പേഴ്സും എത്രത്തോളം ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചസ് ആണ്, എത്ര സ്പീഷീസ് ആണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കാൻ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത പാറ്റേൺ എങ്ങനെയുണ്ട്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് വെച്ച് കണ്ടു ബൈ ദി ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജിയോഗ്രഫർ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അതിന്റെ ഇക്വേഷൻ പഠിച്ചു. ആൻഡ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എത്രത്തോളാണെന്ന് പഠിച്ചു. ആൻഡ് അതിന്റെ എൻഡിൽ നമ്മൾ എന്ത് പഠിച്ചു, റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ബൈ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റ് പോൾ എർലിച്ച് നമ്മൾ കണ്ടു. അത് ഏതിനാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ലോസ് ഓഫ് റിവെറ്റ്സിനെ, അത് റിവെറ്റ്സിനെ നമ്മൾ സ്പീഷീസ് ആയി കണ്ടു, എയർപ്ലെയിൻ ഒരു ഇക്കോസിസ്റ്റം ആയിരുന്നു. ആൻഡ് പോപ്പിംഗ് റിവെറ്റ് അതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, കോസിംഗ് സ്പീഷീസ് ടു ബിക്കം എക്സ്റ്റിങ്ക്ട്. ആൻഡ് ഫ്ലൈറ്റ് സേഫ്റ്റി കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോസിസ്റ്റം. ആൻഡ് കീ സ്പീഷീസ് ആണ് എന്ത്, കീ സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ ആണ് ലോസ് ഓഫ് റിവെറ്റ്സ് ഓൺ ദി വിങ്സ്. ആൻഡ് അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ത്രെറ്റ് ഉണ്ടാക്കും ഏതിന്, ഫ്ലൈറ്റ് സേഫ്റ്റിക്ക്. ഫ്ലൈറ്റ് സേഫ്റ്റി എന്ന് വെച്ചാൽ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഇക്കോസിസ്റ്റത്തിന്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ടിൽ പറഞ്ഞത്. ബാക്കി നാളെ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ NCERT സൊല്യൂഷനും ചെയ്ത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു.